ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്. അപ്പം ഇങ്ങനെയുള്ള ക്യാമറയും എൻ്റെ മുഖവും ക്ലാരിറ്റി ഒക്കെ കുറവാണെങ്കിൽ അതൊക്കെ ക്ഷമിക്കുക. ഞാൻ പറയുന്ന കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുമാത്രം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു അപ്പെക്സ് ടോക്കണെ പറ്റിയിട്ട് സംസാരിക്കാമോ എന്ന്. അപ്പോൾ എന്താണ് അപ്പെക്സ് ടോക്കൺ, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി, ഇത് റിയൽ ആണോ സ്കാം ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആൾറെഡി തന്നെ 100-ലധികം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ അപ്പെക്സ് ടോക്കണിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് ആൾക്കാർക്ക് വളരെയധികം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് ഒരുപാട് ആൾക്കാർക്ക് സ്കാം ആയിട്ടുണ്ടാവും. എന്തുകൊണ്ട് സ്കാം ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പൈസനേക്കാളും വളരെയധികം കുറവായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് അപ്പെക്സ് ടോക്കൺ റിയൽ ആണോ സ്കാം ആണോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്പെക്സ് ടോക്കൺ എപ്പോഴാണ് വന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. 2022 നവംബർ മാസത്തിലാണ് അഭിജിത്ത് മണി അല്ലെങ്കിൽ അഭിജിത്ത് രാജ്, അഭിജിത്ത് എന്നാണ് പേര്, ഞാൻ ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അഭിജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരാളാണ് അപ്പെക്സ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആയതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലൊരു സ്റ്റേക്കിംഗ് പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് എന്താണ് സ്റ്റേക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, നിങ്ങളിതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ഒരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ പ്രോഫിറ്റ് മന്ത്ലി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ ഡെയിലി വിഡ്രോ ചെയ്യാം. ഞാനതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആൾറെഡി നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേക്കിംഗ് ഇങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കത് മന്ത്ലി വിഡ്രോ ചെയ്യാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാളിനെ ഇതിൽ കയറ്റിയിട്ട് സെയിം എമൗണ്ട് ഓഫ് മണി ആയിരിക്കാം, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടുണ്ടാവും. ആ ഒരു പ്ലാനിൽ അതേ ഒരു എമൗണ്ട് മണി ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു പ്രോഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടാം എന്നുള്ളൊരു കാര്യം കൂടി വരും. അപ്പോൾ ഇയാൾ ചേർന്നു, അയാൾ വേറൊരാളെ ചേർത്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പ്രോഫിറ്റും ഈ മേലെ നിൽക്കുന്ന ആൾക്ക് എൻ്റെ ഒരു പ്രോഫിറ്റും, നിങ്ങൾ ആൾറെഡി മേലെ നിങ്ങൾക്ക് ആരാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളത് അയാളുടെ മേലെ ആയിരിക്കും കയറിയിട്ടുണ്ടാവുക, അയാൾക്കും ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് 2022 സ്റ്റാർട്ടായപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്രത്തോളം ഞാൻ ആരിനെയൊക്കെ ഇതിൽ ചേർത്തിയോ അവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഈ ഒരു 10 പേര് പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർ 11ാമത്തെ ആളോട് പറയുകയാണ്, എനിക്ക് 10 പേർക്കും പ്രോഫിറ്റ് കിട്ടി, എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഒരു BMW വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അത്രത്തോളം അവൻ്റെ ലൈഫ് ചേഞ്ച് മൊമെൻ്റായി മാറി എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ 11ാമത്തെ ആളോട് എന്ത് പറയും, ഈ ഒരു കാര്യമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വീക്ക്ലി ഇത് ഭയങ്കരമാണ്. അതേപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞങ്ങളിത് ബിറ്റ്കോയിനെ പോലെ, നിങ്ങൾ 2009 ബിറ്റ്കോയിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയോ, ഇത്ര മാത്രമാണ്. പക്ഷേ ഇന്ന് ബിറ്റ്കോയിൻ്റെ വാല്യൂ നോക്കിയാൽ എന്തൊരു വാല്യൂ കൂടുതലാണ്. ഈ ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ് ഇവർ ചെയ്തുകൊണ്ടിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ ആൾറെഡി തന്നെ അവൻ്റെ ഓരോ ആൾക്കാർക്ക് ഓരോ ശൈലിയാണല്ലോ. നല്ല രീതിയിൽ തന്നെ ഒരു കൂട്ടുകാരനും ഇതിൽ ഏറ്റവും കൂടുതലൊരു എനിക്ക് വളരെയധികം സങ്കടമായിട്ട് തോന്നി പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേർത്തുന്ന ആരാണ്, ഇപ്പം ഞാൻ ചേർന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ആയിരിക്കും ഞാൻ റെഫർ ചെയ്യുക. ആ അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ വേറെ ഒരു സുഹൃത്തിനെ ആയിരിക്കും റെഫർ ചെയ്യുക. നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും നമുക്ക് എന്താവുന്നത്, ഇങ്ങനെയുള്ളൊരു പദ്ധതിക്കൊക്കെ നമ്മുടെ ചേരുന്നത്. അപ്പോൾ 2022 തുടങ്ങിയപ്പോൾ ഇതിന് വളരെയധികം വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എത്രയാണ് വാല്യൂ എന്ന് പറഞ്ഞാൽ $0.23 to $1 വരെയൊക്കെ ഇത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു പീക്ക് ടൈമിങ്ങിലാണ് ഒരുപാട് ആൾക്കാർ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, കയറാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ കിട്ടിയായിരുന്നല്ലോ, അതെങ്ങനെയാണ് കിട്ടിയത് ബ്രോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാര്യം തന്നെ ഇത് ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ആയിട്ടുള്ളത് DEX എക്സ്ചേഞ്ചുകളിലാണ്, ഇല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആൾറെഡി ഉപയോഗിക്കുന്ന ബൈനാൻസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ CoinCX ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ബിറ്റ്മാർട്ട് ആയിക്കോട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പാൻ കാർഡും ആധാറും എല്ലാ കാര്യങ്ങളും KYC രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഒന്നും ലിസ്റ്റ് ആവാതെ വേറെ ഈ ഒരു ഡീസെൻട്രലൈസ് യൂണിസാപ്പ്, BSC സ്കാന്, അതേപോലെ തന്നെ പമ്പ് ഫണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോക്കണാണ് ഈ ഒരു അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ. അപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ, ഇതിൽ ആൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടാവും, നിങ്ങൾക്ക് സ്റ്റേക്കിങ്ങിനും വിഡ്രോയിനും ട്രാൻസ്ഫറിങ്ങിനും ഇതിനൊക്കെ ഒരു ഗ്യാസ് ഫീ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോ ആൾക്കാരും ഇതിൽ സ്റ്റേക്ക് വളരെയധികം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഗ്യാസ് ഫീ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത് എക്സ്ചേഞ്ചിലോ അത് വേറൊരു പ്ലാറ്റ്ഫോമിലോ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗ്യാസ് ഫീ ഒന്നും ഏതൊരു പ്രൊജക്റ്റും, ഇല്ലെങ്കിൽ ഒരു BSC വരുന്ന
പ്രൊജക്റ്റ് അല്ലെങ്കിൽ BEP20 വരുന്ന പ്രൊജക്റ്റ്, ഈ ഒരു ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ വരുന്ന പ്രൊജക്റ്റ് ഒന്നും അത്രത്തോളം ഗ്യാസ് ഫീ പിടിക്കില്ല. അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും വളരെയധികം ഒരു ഗ്യാസ് ഫീ ഉണ്ടാവും. ആ ഒരു ഗ്യാസ് ഫീൻ്റെ എമൗണ്ട് ഓഫ് ടോക്കൺ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് ഓരോ ദിവസവും മന്ത്ലിയും എത്രത്തോളം ആൾക്കാർ കയറുന്നോ ആ ഒരു പെർസെൻറ്റേജ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടോക്കൺ ആൾറെഡി തന്നെ ഞാൻ ഇവൻ്റെ ഒരു ചാർട്ട് എടുത്ത് നോക്കി, ഒരു വർഷത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന്. നമുക്ക് ഇവൻ്റെ ആക്ടിവിറ്റീസ്, ആൾക്കാരുടെ അഭിപ്രായം ഒന്നും കേൾക്കണ്ട, സിമ്പിൾ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് സ്കാം ആണോ റിയൽ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കി 11ാമത്തെ ആളെന്ന് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടി. 11ാമത്തെ ആൾ ഇതിൽ കയറി കഴിഞ്ഞതും ഇവർ ചെയ്ത ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൻ്റെ വാല്യൂ അങ്ങോട്ട് കുറഞ്ഞു. ഇതിൻ്റെ വാല്യൂ അങ്ങനെ വെറുതെ ആണോ കുറയുന്നത്? നിങ്ങൾ ഈ 10 പേര് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസയും ഈ ടോക്കൺ എന്താണ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ അതിന് നല്ല വാല്യൂ ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ 11ാമത്തെ ആൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേ ഈ ടോട്ടലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇല്ലെങ്കിൽ ഈ ടോക്കൺ ആരുടേലാണോ ഉണ്ടാക്കിയത്, ഇല്ലെങ്കിൽ ആരാണോ ഉണ്ടാക്കിയത്, അതിൽ ഏറ്റവും ഉണ്ടാക്കുമ്പോൾ ഒരു മൊത്തമായിട്ടുള്ളൊരു സപ്ലൈ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു അപ്പെക്സ് ടോക്കൻ്റെ എടുക്കുകയാണെങ്കിൽ 30 ബില്യൺ ആണ്. ഈ ഒരു കാര്യത്തിന് ഞാൻ പിന്നീട് വരാം. 30 ബില്യൺ സപ്ലൈയിൽ എല്ലാ ടോക്കണും ഇല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടോക്കൺ ആരുടേലായിരിക്കും? ഈ ഒരു ഫൗണ്ടർ, ഇല്ലെങ്കിൽ ഒരു ഇൻവെൻറ്റർ, ഈ ഒരു ക്രിയേറ്റർ, ഇല്ലെങ്കിൽ ഒരു അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയോടായിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ടോട്ടലായിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ആൾക്കാർ ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, സ്റ്റേക്കിങ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടോക്കണ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് കാരണമാണ് ഈ 10 പേർക്കും പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ വാല്യൂ കൂടി നല്ലൊരു വാല്യൂ നിൽക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ മോസ്റ്റ് ഓഫ് ഷെയർ ഒറ്റയടിക്ക് വിൽക്കലാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തിൻ്റെയിലാണ് ഏറ്റവും കൂടുതൽ ടോക്കൺസ് എടുക്കുന്നത്. അയാൾക്ക് അതൊരു പ്രോഫിറ്റ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ അയാൾ അവിടെ എന്ത് ചെയ്തു? വിറ്റപ്പോൾ ഈ ടോക്കൺ വളരെയധികം ഡൗൺ ആയി. അപ്പോൾ ആൾറെഡി പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിട്ടുള്ള ആൾക്കാർ അയാൾ കൊടുത്തിട്ട് പൈസൻ്റെ ആ ഒരു മൂല്യം അതിലില്ല, അതിനേക്കാളും വാല്യൂ കുറഞ്ഞു എന്നുള്ളൊരു കാര്യം ആകുമ്പോഴാണ് അത് സ്കാംഡ് എന്നാവുന്നത്. അപ്പോൾ ഈ ഒരു 11ാമത്തെ ആളുടെ ഇട്ട പൈസയും പോയി, 10ാമത്തെ ആളുടെ പൈസയും പോയി, അതിന് 30ാമത്തെ ആളുടെ പൈസയും പോയി. പിന്നെ അവർ തമ്മിലും വഴക്കായി, ക്ലോസ് ഫ്രണ്ട്സായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളായി, അങ്ങനെയുള്ള കാര്യം കിടക്കുമ്പോഴും അപ്പോഴും കുറച്ച് പേർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ആർക്കാണ്? നിങ്ങളുടെ ഏറ്റവും മണ്ടയിൽ നിൽക്കുന്ന ആൾക്ക്. ഏറ്റവും മണ്ടയിൽ നിൽക്കുന്ന ആൾക്ക് ആ ഷെയർ എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ ഈ ഒരു ടോക്കൺ അങ്ങനെ വാല്യൂ കുറഞ്ഞ ഒരു സമയമാണ് ഈ ഒരു ജൂലൈ 2024 മുതൽ ഒക്ടോബർ 24 വരെയുള്ള ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോക്കൺ പെട്ടെന്ന് തന്നെ ഒരു വാല്യൂ കയറി. അപ്പോൾ വീണ്ടും ആൾക്കാർ എന്താണ് വിചാരിച്ചു? സമാധാനമായി, ഞാൻ പെട്ടെന്ന് തന്നെ വാല്യൂ കയറിയല്ലോ. ആ ബാക്കി ഇടയിലുള്ള ആൾക്കാർക്ക് അതെന്ത് ചെയ്തിട്ടോ, ഒന്നില്ലെങ്കിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും, പിന്നെ തെറി വിളിച്ചിട്ടുണ്ടാവും, അവൻ്റെ പൈസ പോയി. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് വാല്യൂ കയറാനുള്ള ട്രിക്ക് എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു അപ്പെക്സ് ടോക്കൻ്റെ ഇവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് മാർക്കറ്റ് ക്യാപ്പ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ $46.28K ആണ് ഇവരിപ്പോൾ കറൻ്റ് മാർക്കറ്റ് ക്യാപ്പായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയ രീതിയിൽ തന്നെ ഒരു എമൗണ്ട് ഇട്ടുമെന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ വളരെയധികം ഹൈ ആവാനുള്ള ചാൻസുകളുണ്ട്. ആ ഒരു ചാൻസാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങളുടെ നിന്ന് റെഗ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴാണ് ഇതിന് $1 കയറിയത് എന്നുള്ളൊരു എൻ്റെ ഒരു നിഗമനമാണ്. ഇല്ലെങ്കിൽ മേ ബി ഫണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് കയറി കഴിഞ്ഞപ്പോൾ ഇതിന് ആൾക്കാർക്ക് വീണ്ടും സന്തോഷമായി. എന്താണ്? വീണ്ടും ഈ പ്രൊജക്റ്റ് ചെയ്താൽ വീണ്ടും പ്രോഫിറ്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം മാക്സിമം സപ്ലൈ. ഈ ടോക്കൺ എത്രത്തോളം ആൾക്കാർ ഇത്രത്തോളം കാലം ഇതിൻ്റെ ടോക്കണോമിക്സ് എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡിൽ എത്രത്തോളം റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം റിലീസ് ചെയ്യുക 30 ബില്യൺ സപ്ലൈയിൽ എത്രത്തോളമാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ, അല്ലെങ്കിൽ എത്രത്തോളമാണ് നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ വെറും 38.74 അപ്പെക്സ് ടോക്കൺ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് 28 ബില്യൺ സപ്ലൈ ആണ്. അപ്പോൾ 28 ബില്യണും 38 ഈ ഒരു മില്യണും എവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഇവർ ടോക്കൺ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പൈസനേക്കാളും വളരെയധികം വാല്യൂ കുറയാനാണ് സാധ്യതകളുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ATU ടോക്കൺ ഉണ്ട്, ഈ ഒരു ക്വാണ്ടം വാലറ്റിൻ്റെ. നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് ഇതിപ്പോൾ $0.3 $5 ഉള്ളിൽ മാത്രം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. അതിനുപരി അത് മേലെ പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പറ്റിക്കും. അതാണ് സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം. അവർക്ക് ലാഭം കിട്ടാനാണ് അവരിങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി തന്നെ ആ ഒരു പ്രൊജക്റ്റിന് എനിക്ക് $1,000 എബവ് കിട്ടി. എന്തുകൊണ്ടാണ്? ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കൊരു മാക്സിമം അറിയാം ഈ ഒരു എൻ്റെ ആയത് നിർത്തണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ $5 വരെയാണ് ഞാൻ എൻ്റെ മനസ്സിലും, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് $5 മേലെ പോയി എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മളെ പറ്റിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും എന്ത് പറഞ്ഞത് $5 വരെ നിങ്ങൾക്ക് വാങ്ങാം.
അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങാൻ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള മെമ്പേഴ്സ് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, ഇനി അതൊരു പ്രൊമോഷനായിട്ട് മാറും, അത് വേണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു സപ്ലൈയിൽ 38 മില്യൺ സപ്ലൈ മാത്രമേ ഉള്ളൂ. ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഇനിയും കൂടുതൽ വന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ ഈ ഒരു പൈസ കൂടി നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ആൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ടുള്ള പൈസ ആയിരിക്കാം ഈ $46.K എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ നമുക്ക് എന്താണ് വീണ്ടും കുറയാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിൽ സ്റ്റേക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ് ഞാൻ ഇത്രത്തോളം അങ്ങനെ ചെറ്റി വളച്ചിട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ പൈസ കിട്ടിയവർ, ആ 10 പേരാണ് ഈ പൈസ കിട്ടിയതിൻ്റെ ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വളരെ എനിക്ക് സങ്കടമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 0.001194 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ടോക്കൺ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇപ്പോൾ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പം അതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡിലാണ് നിൽക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് ഏപ്രിൽ 25 മുതൽ ജൂലൈ 25 വരെ ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ആൾറെഡി തന്നെ അവർ പറ്റിച്ച് കഴിഞ്ഞു നിങ്ങളെ. ഇനിയിപ്പോൾ പറ്റിക്കപ്പെടാനോ ഇനി നിങ്ങൾ പറ്റിക്കണോ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ റിയലാണോ സ്കാം ആണോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ആൾറെഡി നിങ്ങളെ പറ്റിച്ച് കഴിഞ്ഞു. ഇനി അത് പറ്റിക്കാനുള്ള പുതിയ സ്കോപ്പ് ഇല്ലെങ്കിൽ അതിന് വാല്യൂ കയറ്റാനുള്ള പ്രൊമോഷനായിരിക്കും ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഇവിടെ മേജറായിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ, ഞാൻ പറയുന്ന ക്വസ്റ്റ്യനുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഡീസെൻട്രലൈസ് ആണ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ എന്ത് ചെയ്തില്ല, എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല? നല്ല നല്ല എക്സ്ചേഞ്ചുകൾ ഉണ്ടല്ലോ, ബൈനാൻസ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളൊക്കെ എന്തുകൊണ്ട് ലിസ്റ്റ് ആവുന്നില്ല? അതിപ്പോൾ ക്വാണ്ടം വാലറ്റ് ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ എടുത്താൽ എന്തുകൊണ്ടാണ്? അവിടെ ആ ഗ്യാസ് ഫീ കുറവാണ്. ആ ഗ്യാസ് ഫീ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. ആൾറെഡി തന്നെ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ പ്രൊജക്റ്റാണ്. ഇപ്പോൾ അത് ഫെയിൽഡ് ആയി. നമ്മൾ ആൾറെഡി ഇനി നിങ്ങളൊരു പുതിയ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഇറങ്ങി വരണം. അതാണ് ക്രിപ്റ്റോ. അല്ലാതെ അത് നിങ്ങൾക്ക് ഫുള്ള് ഒരു വർഷം മൊത്തം ഇല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം അതിൽ പൈസ ഉണ്ടാക്കും, കിട്ടും, കിട്ടിയ പൈസ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഉള്ള പൈസ ഇട്ടതെല്ലാം പോവും. അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവാത്തത്? അപ്പോൾ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ അവിടെ $100s അല്ലെങ്കിൽ $100,000 എന്ത് വേണം? അവരുടെ ഒരു ചാർജ് ആയി കൊടുക്കണം. ഇല്ലെങ്കിൽ അത്രത്തോളം ടോക്കൺസ് അവിടെ ലിക്വിഡിറ്റി ആയിട്ട് വെക്കണം. ആ ടോക്കൺ ഒരു സ്റ്റേബിൾ പ്രൈസ് കിട്ടാൻ ഇത്രത്തോളം ടോക്കൺസിൻ്റെ ഈ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഇത്രത്തോളം പൈസ നിങ്ങൾക്ക് ഇവിടെ തന്നാലാണ് ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു റീസൺ തന്നെയാണ് അവർ ലിസ്റ്റ് ചെയ്യാത്ത കാര്യം. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് റിക്വയർമെൻറ്റ്സ് അവിടെയുണ്ട്. നിങ്ങൾക്ക് റെഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളില്ല എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് മീം കോയിൻസ് ഒക്കെ റഗ് ആവുന്നത് വേറെ കാര്യം. പക്ഷേ ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിൽ അങ്ങനെ ലിസ്റ്റ് ആവുമ്പോൾ അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവരൊരിക്കലും എക്സ്ചേഞ്ചിൽ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കില്ല. അതേപോലെ തന്നെ വീക്ക് പ്രൊജക്റ്റ് യൂഷ്വലി ഫെയിൽ ദിസ് ചെക്ക്, സോ ഇറ്റ്സ് ഫിയർ ഓഫ് എക്സ്പോഷർ എന്ന് പറയും. എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിൽ നല്ലൊരു ടോക്കണോമിക്സോ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു റിലീസില്ലേ, ഈ ഒരു ഇത്രത്തോളം 28 ബില്യൺ അവർക്ക് റിലീസ് ചെയ്യണം. അപ്പോൾ ആ റിലീസ് എന്ന് പറയുമ്പോൾ ഇതിന് വാല്യൂ കുറയാനുള്ളൂ. ആൾക്കാർ എൻഗേജ്മെൻറ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ ഓരോരോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതൊരു സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമിലും ഒരുപാട് പൈസ ഇടരുത്. ഇല്ലെങ്കിൽ പൈസ ഇട്ടാൽ പൈസ കിട്ടില്ല എന്നില്ലെങ്കിൽ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും കിട്ടിയവരുണ്ട്, കിട്ടും എന്ന് എനിക്കറിയാം, ഞാനും ഇട്ടിട്ടുണ്ട്, അത് കാരണമാണ് കിട്ടും. പക്ഷേ ഇതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെക്കണം. ഇത്രത്തോളം കാലമാണ് നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് അല്ല, അവിടെ ഭയങ്കര അധികമായിട്ടുള്ള നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ക്വാണ്ടം വാലറ്റ് എന്ന് പറയുന്നതും ATO എന്ന് പറഞ്ഞ് ഞാൻ ആൾറെഡി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമും. അപ്പോൾ നമ്മളതിൽ പറയുന്ന എൻ്റെ ആ പ്രൊമോഷനൊക്കെ പോകാനുള്ള കാരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ സത്യം പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര മാസം നിങ്ങൾ ചെയ്താൽ മതി, അത് തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെടും, എനിക്കറിയാം. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊമോഷനൊക്കെ പോയി. നമുക്കതൊന്നും കാര്യമില്ല. ഇപ്പം ഒരാൾക്കാർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ റിയാലിറ്റി പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് വളഞ്ഞു ചുറ്റി അപ്പെക്സ് ടോക്കൺ സ്കാം ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്തൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്, നിങ്ങൾ മണ്ടത്തരം ചെയ്യരുത്. 3 വർഷവും 4 വർഷവും ആയിട്ടുള്ള പ്രൊജക്റ്റ് ഒന്നും ഇനി അവർ ഇത്ര കാലം കൊണ്ട് ഇല്ലെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് വളരാൻ പറ്റാത്തത് വെറും 2 വർഷം കൊണ്ടൊന്നും വളരാൻ പോണില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം ആൾക്കാർ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നാലും
ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ ഇടണ്ട, അത്രയേ ഉള്ളൂ. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. 21 മില്യൺ സപ്ലൈ മാത്രമേ ഉള്ളൂ. ആ 21 മില്യൺ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാനോ ആക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞിരുന്നത് ബിറ്റ് കോയിനെ പറ്റിയിട്ട്. അത് അത് കണ്ടു എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിനേ മതി. നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, 5000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ 10 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3x 4x ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള ടോക്കൺസ് ആണ് കിട്ടുള്ളൂ. ബിറ്റ് കോയിൻ, ETH ആൾറെഡി ഇതിനൊക്കെ എല്ലാ എക്സ്ചേഞ്ചിലും വളരെയധികം സപ്പോർട്ടും ഇതിൻ്റെ ആപ്സും എക്കോസിസ്റ്റവും ഗ്രോത്ത് ചെയ്യുന്ന ETHൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ETH ഒക്കെ ഫ്യൂച്ചറിൽ എത്ര വർത്താവുമെന്ന് എനിക്കും കൂടി പറയാൻ പറ്റില്ല. അപ്പം മീം കോയിൻസ് ഒക്കെ വിട്ടിട്ട് നല്ല ആൾ കോയിൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലവർക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, എന്തോ കാര്യം ആയിക്കോട്ടെ, ഞാൻ സത്യമാണ് പറയുള്ളൂ. അപ്പോൾ എപ്പോഴും എനിക്ക് നെഗറ്റീവും പോസിറ്റീവും തെരുവുകളും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ എപ്പോഴും ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർ ഇനി പോയി പെടരുതെന്ന് പറയുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.